എല്ലാവരുടെയും മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഇറാൻ മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളായ UAE, ബഹ്റിൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലെ തന്ത്രപ്രധാനമായിട്ടുള്ള തലസ്ഥാനങ്ങളെയും ജനനിബിഡമായ നഗരങ്ങളെയും എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരടങ്ങിയ, പ്രത്യേകിച്ച് മലയാളികൾ ഏറ്റവും കൂടുതലായുള്ള ദുബായ്, അബുദാബി, മനാമ, ദോഹ തുടങ്ങിയ നഗരങ്ങളെല്ലാം ആക്രമിക്കുന്നത്? ഇറാനുമായി യുദ്ധം പ്രഖ്യാപിച്ചത് അമേരിക്കയും ഇസ്രയേലുമല്ലേ? അവരെ മാത്രം ആക്രമിച്ചാൽ പോരെ? ഇതിനുള്ള ഉത്തരം അറിയുന്നതിന് മുമ്പ് ആദ്യം അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങൾ മനസ്സിലാക്കേണ്ടതായുണ്ട്. അമേരിക്ക ഒരിക്കലും അമേരിക്കയിൽ നിന്നുകൊണ്ട് വേറൊരു രാജ്യത്തെ ആക്രമിക്കില്ല. അമേരിക്ക വളരെ ദൂരം സഞ്ചരിച്ച് വേറൊരു രാജ്യത്ത് ചെന്ന് അതിന് ചുറ്റുമുള്ള രാജ്യങ്ങളുടെയെല്ലാം പിന്തുണ ഉറപ്പുവരുത്തി അവരുടെ മിലിറ്ററി ബേസുകൾ യൂസ് ചെയ്ത്, അതുകൂടാതെ സ്വന്തം മിലിറ്ററി ബേസുകൾ സ്ഥാപിച്ച് ഈ രാജ്യങ്ങളിൽ നിന്ന് ആക്രമിക്കേണ്ട രാജ്യത്തെ ആക്രമിക്കാറാണ് പതിവ്. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. ഇറാന് ചുറ്റും അമേരിക്കയ്ക്ക് മിലിറ്ററി ബേസുകളുണ്ട്. UAEയിലും കുവൈറ്റിലും ബഹ്റിനിലും അവിടെയെല്ലാം നിന്നുകൊണ്ടാണ് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നത്. സ്വാഭാവികമായും ഇറാൻ തിരിച്ചടിക്കുമ്പോൾ മിസൈലുകളെല്ലാം ഈ രാജ്യങ്ങളിൽ വീഴും. നേരിട്ട് അമേരിക്കയിലൊന്നും വീഴില്ല. ചുരുക്കം പറഞ്ഞാൽ അമേരിക്കയിൽ 0 സിവിലിയൻ കാഷ്വാലിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ അവിടെയുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള നഗരങ്ങളും ജനജീവിതങ്ങളുമെല്ലാം ശാന്തമായിരിക്കും. അതിനൊരു കുഴപ്പവും സംഭവിക്കില്ല.